അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നാം ഒന്നറിയുക, പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കപ്പെടുന്ന പാഠശാലകളും ഇന്ന് തീവ്രവാദത്തിന്റെ വളർത്തു കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് മദ്രസകൾ അടച്ചുപൂട്ടണമെന്നുള്ള പ്രചാരണങ്ങൾക്ക് സാമ്രാജ്യത്വ ശക്തികളും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ കൂടി പിന്തുണയോടുകൂടിയുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില അത്ഭുതകരമായ വാർത്തകൾ ലോകത്തിന്റെ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാരാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകളാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികൾ. അതുപോലെ തന്നെ ആധുനിക ലോകം വലിയ തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കുന്നത് യമനിലും മറ്റും നിലകൊള്ളുന്ന ഐസിസ് ഭീകരവാദികൾ. അവരെ കുറിച്ചാ. ഇവരൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് എന്ന് ലോകത്തെ തെര്യപ്പെടുത്തുമ്പോൾ, സമാധാനത്തിന്റെ അഹിംസയുടെ പ്രവാചകനായ ബുദ്ധന്റെ അനുയായികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബുദ്ധമതാനുയായികൾ അവരെന്താണ് ഭീകരരാണ് എന്നവരെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ റോഹിംഗ്യ എന്ന് പറയുന്ന ആ രാജ്യത്തെ, അവിടുത്തെ ബർമ, മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തെ മുസ്ലിമീങ്ങൾ 90% തിങ്ങി താമസിക്കുന്ന 15 നൂറ്റാണ്ടായി മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കടന്നു വന്ന 1500 വർഷത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ജനത, സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ജനതയെ രാജ്യത്ത് നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അഹിംസയുടെ, സമാധാനത്തിന്റെ സന്ദേശവാഹകന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ, അവരെ ആരും ഭീകരവാദികളെന്ന് ഇന്നും വിളിക്കുന്നില്ല. അവർ ചെയ്യുന്ന ചെയ്തികൾ എന്താണ് എന്ന് ആധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരത്തിൽ കെട്ടിയിട്ട മനുഷ്യന്റെ അടിയിൽ പച്ചയ്ക്ക് തീയിട്ട മനുഷ്യനെ കത്തിക്കുകയാണ്. വിറക് വെട്ടുന്നത് പോലെ, വിറകരിയുന്നത് പോലെ മനുഷ്യനെ അരിഞ്ഞിട്ട് തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ തീയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന സ്ത്രീകളെയും കുട്ടികളെയും തീയിലേക്ക് തടഞ്ഞു നിർത്തി തിരിച്ചയച്ചിട്ട് അവരെ തീയിലിട്ട് ചുട്ട് കരിച്ചിട്ട് സദ്യക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചടുക്കിയിരിക്കുന്നത് പോലെ മൈതാനം നിറയെ മനുഷ്യന്റെ ഫ്രൈ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് പോലും അവരെ ലോകം തീവ്രവാദികളെന്ന് വിളിക്കാത്തിടത്താണ് ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ അവബോധം ലോകത്തിന് പകർന്നു നൽകാൻ ഈ യുവാക്കളായ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാകുന്നത്. അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ് എന്ന തിരിച്ചറിവോടുകൂടി, അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ നമ്മുടെ സ്വാഗത പ്രസംഗനോ ആരോ പറഞ്ഞതുപോലെ എഞ്ചിനീയറെ ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമാണ്, ഒരു ഡോക്ടറെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒരു IAS കാരനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം ഒരു കോഴ്സ് പൂർത്തിയാകുമ്പോൾ അവന് ക്വാളിഫൈഡ് ആണ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഒരു നല്ല മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ, നല്ലൊരു മുസൽമാന സമൂഹത്തിന് സമ്മാനിക്കാൻ, സമാധാനകാംക്ഷിയായ അയൽക്കാരനെ സ്നേഹിക്കുന്ന, സമൂഹത്തോടൊപ്പം സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന, മതസൗഹാർദ്ദത്തിന് വില കൽപ്പിക്കുന്ന, തന്നോടൊപ്പം ജീവിക്കുന്ന ആളുകളെ തന്നെ പോലെ സ്നേഹിക്കുന്ന, താൻ വയറ് നിറച്ചുണ്ട മൃഷ്ടാന്ന ഭോജനം നടത്തി ഒരു രാത്രി ഉറങ്ങിയാൽ അയലത്ത് താമസിക്കുന്ന അയ്യപ്പനോ അപ്പച്ചനോ അന്ന് പട്ടിണി കിടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇവൻ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങളെ ലോകം തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വ്യാപകമായ മീഡിയ പ്രചരണങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ ഈ അംശം ലോകത്തോട് വിളംബരം ചെയ്യേണ്ടുന്ന ഭാരിച്ച ബാധ്യതയാണ് നമ്മുടെ ചുമലുകളിലുള്ളത്. അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു ഗ്രന്ഥം ഈ ലോകത്ത് മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവമായ അനുഭവമാണെന്ന് ലോകം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചെറുതാക്കാൻ വേണ്ടി പറയുകയല്ല. ലോകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം പൂർണ്ണമായ അർത്ഥത്തിൽ മനഃപ്പാഠമാക്കിയിട്ടുള്ള വ്യക്തികൾ ലോക ചരിത്രത്തിൽ നിസ്തുലമായ വിധത്തിൽ അവരുടെ സേവനങ്ങളും സംഭാവനകളും അർപ്പിക്കുക മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളും അതുപോലെ തന്നെ സാമ്രാട്ടുക്കളുമായി പേരെടുത്ത എണ്ണം പറഞ്ഞ 1-2 പേരെ കുറിച്ച് മാത്രമേ ഒരു പുസ്തകം പൂർണ്ണമായും മനഃപ്പാഠമാക്കിയെന്ന് ലോകം കേട്ടിട്ടുള്ളൂ. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ലോക ശ്രദ്ധയാകർഷിച്ച വളരെ ജീനിയസായ വ്യക്തിത്വങ്ങൾക്ക് മാത്രം സാധിക്കുന്ന വിധത്തിൽ ഒരു ഗ്രന്ഥം പൂർണ്ണമായ അർത്ഥത്തിൽ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞ നമ്മുടെ ഹിഫാദുകൾ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആരാണ് അങ്ങനെ ഒരു ഗ്രന്ഥം, ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥം മനഃപ്പാഠമാക്കിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാട്ടും ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു 4-5 പ്രഭാഷണങ്ങളുടെ പട്ടിക പരതിയാൽ അതിൽ വളരെ പ്രമുഖ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളും, ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയും, സാഹിത്യത്തിൽ നോബൽ സമ്മാന ജേതാവും, അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ 5 പ്രസംഗങ്ങൾ, എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം, സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം, അതുപോലെ തന്നെ ആ 5 പ്രസംഗങ്ങൾ, എണ്ണപ്പെട്ട 5 പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രസംഗമാണ് വിൻസ്റ്റൺ ചർച്ചിലിന്റെ യുദ്ധക്കള പ്രസംഗം. അങ്ങനെ അന്നിലയിലെല്ലാം പ്രസിദ്ധനായ സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹം ലോകത്തോടൊരിക്കൽ പറയുകയുണ്ടായി,
മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രതികൾ മുഴുവൻ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നത് പകർത്തി എഴുതിക്കൊള്ളാം എന്ന് ലോക സാമ്രാട്ടായ ബുദ്ധിജീവിയായ സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ സർ വിൻസ്റ്റൺ ചർച്ചിൽ ലോകത്തോട് പറഞ്ഞതിൻ്റെ അമ്പരപ്പ് ഇനിയും ലോകത്തിന് മാറിയിട്ടില്ല. മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ടതാണ് എന്ന് ചർച്ച ചെയ്യപ്പെട്ട മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട ആ ഒരു പുസ്തകം ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്ത് നിന്നത് ഇല്ലാതെ പോയാലും അതിൻ്റെ പ്രതികൾ മുഴുവൻ ഇല്ലാതായി പോയാലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നത് പകർത്തി എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു പോയ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ആ മഹാബുദ്ധിജീവിയായ ജീനിയസിനെ ലോകം എത്ര പതിറ്റാണ്ടുകളാണ് വാഴ്ത്തിക്കൊണ്ടിരുന്നത്, ഇന്നും വാഴ്ത്തുന്നു എന്നറിയുമ്പോഴാണ് ലോകത്തൊരു പരിശുദ്ധമായ ഒരു ഗ്രന്ഥത്തെ പരിപൂർണമായും ഹൃദയത്തിന്റെ ഉള്ളിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് അതിനെ മനഃപ്പാഠമാക്കി അത് ലോകത്തിന്റെ മുമ്പിലേക്ക് നാളെ പകർന്നു തരാൻ വേണ്ടിയിട്ട് അതിനെ തൻ്റെ മനസ്സിന്റെ ഉള്ളിൽ മനനം ചെയ്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വിശിഷ്ടരായ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ എത്ര വലിയ അത്ഭുതമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുക. നമുക്കൊക്കിടയിൽ ധാരാളം ഹാഫിളീങ്ങൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് ആളുകൾ ഉണ്ടായപ്പോൾ നമ്മളതിന്റെ വിലയും മൂല്യവും മറന്നുപോയെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ അത്ഭുത പ്രതിഭാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ നക്ഷത്ര തുല്യരായി വിരാജിച്ചു നിൽക്കുന്നതെന്ന് നാം ഒരു വേള അറിയുന്നില്ല. രണ്ടാമതൊരാളെ ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യൻ മാർക്സിസ്റ്റ് ദാർശനിക രംഗത്തെ സൈദ്ധാന്തികനും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ബുദ്ധിജീവിയുമായ സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതുകയുണ്ടായി, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ 6 വയസ്സ് മുതലുള്ള എൻ്റെ ചെറുപ്രായത്തിൽ ഒരു നമ്പൂരി ഇല്ലത്ത് പിറന്ന വ്യക്തിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വിധേയനായി ഞാൻ ഋഗ്വേദം 6 വർഷം കൊണ്ട് മനഃപ്പാഠമാക്കി. അദ്ദേഹം പറയുകയാണ്, 6 വർഷമെടുത്ത് ഞാൻ ഋഗ്വേദം മനഃപ്പാഠമാക്കി എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് കേൾക്കാൻ സുഖമുള്ളതല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നഷ്ടവർഷങ്ങളാണ്, വത്സരങ്ങളായിരുന്നു അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഷ്ടപ്പെട്ടു പോയ പാഴായിപ്പോയ വർഷങ്ങളായിരുന്നു അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഋഗ്വേദ മനഃപ്പാഠമാക്കി ഹാഫിളിനെ നാം കേട്ടിട്ടില്ല, വേറൊരു ബൈബിൾ ഹാഫിളിനെ നാം കേട്ടിട്ടില്ല, വേറൊരു പാരഡൈസ് ലോസ്റ്റിന്റെ ഹാഫിളിനെ നാം കേട്ടിട്ടില്ല. ലോകത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി പുസ്തകങ്ങൾ വിരചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് മനഃപ്പാഠമാക്കിയ വേറൊരു വ്യക്തിയെ ലോകം കേൾക്കാതിരിക്കുമ്പോഴാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യ മണലാരുണ്യത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അഗാധമായ ഏകാന്തതയിൽ ഹിറായുടെ ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആകാശത്തിന്റെ മാലാഖ പറന്നിറങ്ങി വന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ട് മാനവികതയുടെ പുരോഗതിയുടെ മുഴുവൻ വൃത്താന്തങ്ങളെയും വളരെ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് മനുഷ്യൻ പുരോഗതിയിലേക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനിവാര്യമായും മനുഷ്യനുണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുണം എന്താണ് എന്ന് ഈ ലോകത്തെ ആദ്യമായി കേൾപ്പിച്ചുകൊണ്ട് വന്നിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അത് പൂർണ്ണമായും മനഃപ്പാഠമാക്കിയ ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ അതിന്റെ മൂല്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഈ ലോകത്തിന് നൽകുന്ന സംഭാവന എന്താ, സേവനം എന്താണെന്ന് വിസ്തരിച്ച് പറയാൻ ഇവിടെ എനിക്ക് നേരമില്ല. ലോകം ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആനെ കുറിച്ച്. ഖുർആൻ ലോകത്തിന് ഭീഷണിയാണെന്ന് പറയുന്നവർ പോലും ഈ ലോകത്തുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലതും പരിശുദ്ധമായ ഖുർആനിന്റെ അന്തസത്തയ്ക്കെതിരെ ലോകത്ത് പ്രചാര കോലാഹലങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന എന്താണ്? മനുഷ്യന്റെ ചിന്തയെ അസ്തപ്രജ്ഞമായി പോയിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ അറബി സമൂഹത്തിന്റെ ആരാലും ഭരിക്കപ്പെടാൻ പോലും ആഗ്രഹിക്കാത്ത, സർവരാലും എഴുതിത്തള്ളപ്പെട്ടിരുന്ന ഡാർക്ക് ഏജിന്റെ സന്താനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക്, മനോമുഖരങ്ങളിലേക്ക് ചിന്തയുടെ അക്ഷരത്തിന്റെ വെളിച്ചത്തിന്റെ തീജ്വാല പ്രസരിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ 6-ാം നൂറ്റാണ്ടിൽ വന്നത്. അങ്ങനത്തെ ഒരു ഗ്രന്ഥം അറിയുക, വായിക്കുക, പഠിക്കുക എന്നീ ലോകത്ത് ആഹ്വാനം ചെയ്യാൻ ആരുമില്ലാഞ്ഞ കാലഘട്ടത്തിൽ, 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ അക്ഷരം എഴുതാൻ അറിയുന്ന ആളുകൾ സ്വന്തം രാജ്യത്തേതാൻ പറഞ്ഞാൽ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ക്രോഡീകരിക്കപ്പെട്ട് കുത്തിക്കെട്ടപ്പെട്ട ഒരു ഗ്രന്ഥം പോലും ലോകത്തിന്റെ മുമ്പിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് 6-ാം നൂറ്റാണ്ട്. അക്കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് ആദ്യമായി ഈ ലോകത്തോട് സംസാരിക്കുന്ന ഭാഷ
ഖുർആൻ ലോകത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, ഖുർആൻ ലോകത്തോട് ആദ്യം കേൾപ്പിച്ച ശബ്ദം എന്താണ്? അള്ളാഹുവിന്റെ നാമമാണോ? മുഹമ്മദ് നബിയുടെ വൈശിഷ്ട്യമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ഒന്നുമല്ല. ആദ്യമായി ഖുർആൻ ലോകത്തെ കേൾപ്പിക്കാൻ ആഗ്രഹിച്ചത് നീ വായിക്കുക, പ്ലീസ് റീഡ് എന്നാണ് ലോകത്തോട് ആദ്യമായി ഖുർആൻ വിളിച്ചു പറഞ്ഞത്. വായിക്കൂ മനുഷ്യാന്ന്, വായിക്കെന്ന് പറഞ്ഞുകൊണ്ട്, അതിനു മുമ്പ് ഒരു ആമുഖവുമില്ലാതെ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് ഒരു പുസ്തകം വരുന്നു. വായനയുടെ പ്രാധാന്യം, വായന അറിവാണ്, അറിവിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യത്തെ ഈ ലോകത്ത് ആദ്യമായി പരാമർശിച്ചുകൊണ്ട് ഒന്നാമത്തെ വാചകം വായിക്കൂ എന്നായിക്കൊള്ളട്ടെ എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഗ്രന്ഥമാണിത്. ഇതാണ് അറിവിന്റെ ജാലകങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മലർക്ക തുറന്നു വെച്ചത്. അറിയുമോ നിങ്ങൾക്ക്? നീ വായിക്കൂ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ പുസ്തകം വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാട്ടുക്കളുടെ പുസ്തകങ്ങൾ വന്നിട്ടില്ല. സോക്രട്ടീസിന്റെ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതും തുടങ്ങുന്നത് ഒരിക്കലും വായിക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടല്ല. പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് ആദ്യം പറഞ്ഞത് വായിക്കൂ എന്നാണ്. വായിക്കൂ, പ്ലീസ് റീഡ് എന്ന് പറഞ്ഞുകൊണ്ടാ. അതിനുശേഷമാണ് അള്ളാഹ് പറഞ്ഞത് ബിസ്മി റബ്ബിക. ബിസ്മി പറഞ്ഞത് പോലും പുറകെയാ. അള്ളാഹ് ബിസ്മി പറഞ്ഞത് പുറകെയാ. ബിസ്മി റബ്ബിക എന്ന് പോലും പറയാതെ ബിസ്മി റബ്ബിക, വായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ബിസ്മി പോലും അല്ലാഹു തആല പറഞ്ഞത്. നമുക്ക് തിരിച്ചാ വേണ്ടേ? നമ്മൾ ബിസ്മി പറഞ്ഞിട്ട് വേണം വായിക്കാൻ. അള്ളാഹ് ആദ്യം പറഞ്ഞത് ബിസ്മി രണ്ടാമതാക്കി, എന്നിട്ട് ആദ്യം പറഞ്ഞു വായിക്കൂ എന്ന്. എന്റെ സമൂഹത്തോട് ഞാൻ പറയുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന ഈ പണ്ഡിതന്മാർ, ഖുർആൻ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? പാരായണം, റെസിറ്റേഷൻ, വായന എന്നാണ്. വായന എന്ന് പേരിട്ട ഗ്രന്ഥം, ആദ്യമായി വായിക്കൂ എന്ന ലോകത്തോട് ആദ്യ പദം ഈ ലോകത്തെ കേൾപ്പിച്ച ഗ്രന്ഥം. അങ്ങനെ വായനയുടെ അറിവിന്റെ ജാലകങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ തുറന്നിട്ടുകൊണ്ട് വായിക്കാത്ത, പഠിക്കാത്ത, ഗവേഷണം ചെയ്യാത്ത, അതുപോലെ തന്നെ പഠനത്തിന്റെ മേഖലകളിൽ വ്യാപരിക്കാത്ത ഒരു സമൂഹത്തിന് ഈ ലോകത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയില്ല. നന്മയുടെ വഴിയിൽ മുന്നോട്ട് ഗമിക്കാൻ സാധ്യമല്ല എന്ന് പറയാൻ ഇതിലേറെ വേറെ എന്തൊരു ഉപായമാണ് അള്ളാഹു സ്വീകരിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ വായിക്കൂ, ബിസ്മി റബ്ബിക എന്ന് അള്ളാഹു തആല പറയാതെയും ഇരുന്നില്ല. ഇന്ന് ലോകം വായനയുടെ ലോകത്താണ്. വായനയുടെ ലോകത്തുനിന്ന് ഒരുപാട് മുന്നോട്ട് പോയി. ഇന്നലത്തെ ആ വായനകളെല്ലാം മാറിയിട്ട് ഇന്ന് നാം ഈ വായനയിലാണ്. ഇന്നത്തിലത്തെ ആ പഴയ വായനകളെല്ലാം മാറി ഇന്ന് ഈ വായനയിലാണ്. ഈ വായന എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്, ഈ വായന, ഈ റീഡിങ്ങിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഈ വായനയുടെ കാലത്ത് ലോകം എത്തി നിൽക്കുമ്പോഴും വായന വായിച്ചു മനുഷ്യൻ തളരുകയാണെന്ന്. വായിക്കുന്നവൻ ലോകത്ത് അപകടകാരിയാകുന്ന, പഠിക്കുന്നവൻ, വിദ്യാഭ്യാസം ചെയ്യുന്നവൻ ലോകത്തിന് ഭീഷണിയായി മാറുന്ന, ഏറ്റവും വലിയ ഹൈടെക് സാങ്കേതിക വിദ്യകൾ പഠിച്ചവൻ ലോകത്തിന്റെ ഏറ്റവും കൊള്ളക്കാരനായി മാറുന്ന ഒരു ലോകത്തിനും സന്ദേശം നൽകിക്കൊണ്ടാണ് ഖുർആൻ വന്നത്. ബിസ്മി റബ്ബിക, നീ വായിച്ചാൽ പോരാ. ലോകം വായിക്കും ഒരുപാട്, പക്ഷെ വായിച്ചാൽ പോരാ. ആ വായന നിന്റെ ദൈവത്തെ ഓർത്തുകൊണ്ടുള്ള വായനയാകണമെന്ന്. അള്ളാഹുവിനെ മറന്നുള്ള ഏതൊരു വായനയും അപകടമേ ചെയ്യൂ എന്ന് ഈ ലോകത്തോട് പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ വചനത്തിൽ തന്നെ അവസരം ഉപയോഗിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ മറന്നുള്ള ഒരു വായന അപകടം ചെയ്യും. കാരണം വായനയുടെ ലോകമാണ്. എത്രയെത്ര മാസികകൾ, എത്രയെത്ര ദിനപത്രങ്ങൾ, എത്രയെത്ര പുസ്തകങ്ങൾ ഓരോ ദിവസവും ലോകത്ത് പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറികളുടെ മേശകളെ അത് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നിവർത്തി വെച്ച് നമ്മൾ വായിക്കും തോറും നമ്മുടെ മനസ്സ് മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നീ വായിക്കേണ്ടത്, എന്താണ് വായിക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം അല്ലാഹു പറഞ്ഞു. വായിക്കണം, പക്ഷേ ബിസ്മി റബ്ബിക, പടച്ചവനെ മറന്നു പോകുന്ന ഒരു വായനയ്ക്ക് നീ തുനിയരുത്. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ നീ ഈ റീഡിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നീ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വന്ന മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ പലതും നീ തുറഞ്ഞു വെച്ച് വായിക്കുമ്പോൾ, നീ വായിക്കാൻ ആരംഭിച്ചാൽ ബിസ്മില്ലാ എന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞാൽ വായന അപകടം ചെയ്യില്ല. ഇന്നത്തെ ആളുകൾക്ക്, ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പേടി മക്കൾ വായിക്കുന്നു. എവിടെ നിന്ന് വായിക്കുന്നു? മൊബൈൽ ഫോണിൽ നിന്ന് വായിക്കുന്നു. അവർ വായിക്കുന്നതാണ് അപകടം. അവർ വഴിതെറ്റിപ്പോവുകയാണ്. അവരെ മൊബൈലിൽ നിന്നൊന്ന് തല ഉയർത്താൻ, അതൊരു വായനയാണല്ലോ. ആ മൊബൈൽ ഫോണിൽ നിന്ന് ഞങ്ങളുടെ മക്കളുടെ തലയൊന്ന് പൊന്തിക്കാൻ എന്തുണ്ട് ഉപായം? അതിന്റെ അടിമത്വത്തിൽ നിന്ന് ബ്ലൂ വെയിലുകളടക്കം ഇന്ന് കളിച്ച് മനുഷ്യൻ ഇന്ന് അവന്റെ വായനയുടെ പുത്തൻ സങ്കേതങ്ങളും മേഖലകളും തേടി അലയുമ്പോൾ, ഈ വായനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ എന്തുണ്ട് ഉപായമെന്ന് ലോകം ചോദിക്കുമ്പോൾ
നമുക്കൊന്നേ പറയാനുള്ളൂ, വായനയെ തടയേണ്ടതില്ല. പക്ഷെ വായിക്കുന്നത് ഏതൊന്നും ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട് വായിക്കട്ടെ. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എങ്കിൽ, അങ്ങനെ പറ്റാത്ത ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ പറ്റാത്ത ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് തുറക്കാൻ, ആ ഡാറ്റ തുറക്കാൻ നിനക്ക് അവകാശമില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം ആ ബിസ്മില്ലാക്ക് ചേരാത്തതാണെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീഴും. നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്റെ മൊബൈൽ ഫോൺ നീ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിനെ നിന്റെ മനസ്സിൽ നീ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിന്റെ മൊബൈൽ ഫോണിൽ നിനക്ക് വേണ്ടാത്തതൊന്നും കാണാനും വേണ്ടാത്തതൊന്നും ഗ്രഹിക്കാനും ഇടയാവുകയില്ല. നിന്റെ ജീവിതം നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യ വായനയാണ് നിന്നെ സഹായിക്കുന്നത്. പക്ഷേ നിന്റെ വായന അള്ളാഹുവിനെ മറന്നൊരു വായനയാകാൻ പാടില്ല. പാഠപുസ്തകം ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോകുമ്പോ ഫിസിക്സ് പഠിക്കുന്ന മക്കള്, ബയോളജി പഠിക്കുന്ന മക്കള്, അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ബോട്ടണി പഠിക്കുന്ന മക്കള്, ഇവരൊക്കെ ബിസ്മി പറഞ്ഞിട്ട് വായിക്കണോ? അതും അള്ളയായിട്ട് എന്താ ബന്ധം എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ആ പഠനമാണ് യഥാർത്ഥത്തിൽ ബിസ്മി പറഞ്ഞു വായിക്കേണ്ടുന്ന പഠിക്കേണ്ട വായനകൾ തന്നെയാണ് അവിടെ. കാരണം ഒരിക്കലും ഭൗതിക വിദ്യയെ ബഹുമാന്യനായ നമ്മുടെ സ്വാഗത പ്രഭാഷകനും അധ്യക്ഷനും ഒക്കെ പരാമർശിച്ചു, നമ്മുടെ ഉദ്ഘാടകനും എല്ലാവരും പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇസ്ലാം വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും അഭൗതികമെന്നും രണ്ടായി വേർതിരിക്കുന്നു പോലുമില്ല. ഇസ്ലാമിൽ രണ്ട് വിദ്യാഭ്യാസം പോലുമില്ല എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എല്ലാ വിദ്യയും ദൈവത്തിലേക്ക് നയിക്കേണ്ടതാണെന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ ഇമാം തന്റെ മഅ്മൂമുകളുടെ പിന്നിൽ പാരായണം ചെയ്യേണ്ടുന്ന സൂറത്തുകളിൽ ഒന്നിന്റെ പേര് സൂറത്തുൽ ഗാഷിയ എന്നാണ്. ആ സൂറത്തുൽ ഗാഷിയ എന്താ പറയുന്നേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر. എന്താ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്? ഒട്ടകങ്ങളെ കണ്ടില്ലേ? മരുഭൂമിയിലൂടെ ചൂടും അതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥകളെയും എല്ലാം തരണം ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മണൽ പരപ്പിലൂടെ കൂസാതെ സഞ്ചരിക്കുന്ന കിലോമീറ്ററുകളോളം വെള്ളം പോലും സ്വന്തം ശരീരത്തിനുള്ളിൽ സംഭരിച്ചു വെച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളെ കണ്ടില്ലയോ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് ഇമാം എല്ലാ വെള്ളിയാഴ്ചയും ഈ സമുദായത്തോട് ഓതി കേൾപ്പിക്കണം. മഅ്മൂമുകൾ കേൾക്കണം. കാരണം അവന് ബയോളജി, ഒട്ടകത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന മിറക്കിൾസ് അത് പഠിച്ച് മനസ്സിലാക്കാൻ അവന് കഴിയുന്ന വിധത്തിലുള്ള ഏതൊരു പഠനവും അത് അള്ളാഹുവിലേക്ക് നയിക്കുമത്രേ. അറിയുമോ നിങ്ങൾക്ക്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ കുറിച്ച് നീ പഠിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് നിന്നെ നയിക്കുന്ന അറിവ് തന്നെയാണ്. അള്ളാഹുവിന്റെ ആശീർവാദങ്ങൾ നിന്റെ ബയോളജി പഠിക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ആശീർവാദങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ ഭൗതിക വിദ്യാഭ്യാസത്തെ വേർതിരിച്ചില്ല. ഭൗതിക വിദ്യാഭ്യാസം വേർതിരിച്ചത് പിന്നീട് യൂറോപ്യന്മാരാണ്. അല്ലാതെ ഇസ്ലാമിന്റെ ആളുകൾ ഒരു കാലത്തും ഭൗതിക വിദ്യാഭ്യാസത്തെ വേർതിരിച്ചില്ല. വഇലൽ ജിബാലി കൈഫ നുസിബത്ത്. എങ്ങനെയാണ് 8848 മീറ്റർ ഉയരത്തിൽ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഹിമവാൻ എത്രയോ കാലങ്ങളെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങളെ, സംവത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ പർവ്വതം എങ്ങനെ മാനം മുട്ട ഉയർന്നു നിൽക്കുന്നു എന്ന് നീ പർവ്വത ശാസ്ത്രം പഠിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ചകളിൽ മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിക്കുകയാണ്. വഇലൽ ജിബാലി കൈഫ നുസിബത്ത് വഇലസ് സമാഇ കൈഫ റുഫിഅത്ത്. ആകാശങ്ങളിൽ വിടർന്ന് വികസിച്ചു നിൽക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചോ, ഇവിടെ പറയപ്പെടുകയുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശ സീമകൾക്ക് അതിരില്ലല്ലോ, അതിരുകളില്ലാത്ത പ്രപഞ്ചമുറ്റത്തേക്ക് നിന്റെ കണ്ണുകൾ പാളി നോക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൂമി വിരലൊന്ന് ഞെടിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മയും കൊണ്ട് 30 കിലോമീറ്റർ കറങ്ങുന്നുണ്ട് എങ്കിൽ, ഒരു സെക്കൻഡ് കൊണ്ട് സൂര്യൻ 250 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും ആ ഭൂമിയും സൂര്യനും ഒത്തുചേർന്നാൽ അതുകൊണ്ട് മാത്രം ഒരു സൗരയൂഥം, സോളാർ സിസ്റ്റം പൂർത്തിയാകുന്നില്ല. അതിനോടൊപ്പം 10 ഗോളങ്ങൾ കൂടി ചേരുന്ന ഒരൊറ്റ സോളാർ സിസ്റ്റം. ആ ഒരു സോളാർ സിസ്റ്റം കൊണ്ട് ആകാശം അവസാനിക്കുന്നില്ലല്ലോ. അതുപോലത്തെ 10,000 കോടി സോളാർ സിസ്റ്റം നിറന്നു കിടക്കുന്ന ആകാശ സീമകളിലേക്ക് നിന്റെ പഠനം പുരോഗമിക്കട്ടെ. വഇലസ്സമാഇ കൈഫ റുഫിഅത്. എങ്ങനെയാണ് ഈ ആകാശ സീമകൾ ഇനിയും ഈ ഉന്നതങ്ങളിൽ അങ്ങനെ തന്നെ കത്തി നിൽക്കുന്നത് എന്ന് നീ പഠിക്കട്ടെ എന്ന് പറയുക. 10,000 കോടി
കോടി സൗരയൂഥങ്ങൾ ചേർന്നാൽ ഒരു ഗാലക്സി ആവുകയുള്ളൂ. അതുകൊണ്ടും പ്രപഞ്ചം തീരുന്നില്ല. കണ്ടുപിടിക്കപ്പെട്ട പ്രപഞ്ചം 10,000 കോടി ഗാലക്സികൾ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്കാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് ഇന്ന് ലോകത്തെ പഠിച്ചവർ ജ്ഞാനികൾ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാതിരുന്നവർ, കുത്തിക്കെട്ടിയ ഒരു പുസ്തകം പോലും വായിക്കാൻ കൈവശമില്ലാതിരുന്നവരോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീ വായിക്കൂ എന്നാണ്. എന്നിട്ട് വായന എവിടേക്കൊക്കെ കടന്നു ചെല്ലണം? ആകാശ സീമകളിലേക്ക്, ഒട്ടകങ്ങളുടെ അത്ഭുതകരമായ സൃഷ്ടിപ്പിലേക്ക്, ആകാശം മുട്ടുയർന്നു നിൽക്കുന്ന ഹിമവാന്റെ നിർമ്മിതിയിലേക്കൊക്കെ നിന്റെ ചിന്തകൾ പാഞ്ഞു ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തയുടെ ജാലകങ്ങളെ മലർക്ക തുറക്കാൻ പ്രേരിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ അറിവിന്റെ വഴികളാണ് തുറന്നിടുന്നത്. അറിയുന്ന ഏതൊരു സമൂഹത്തിനും പുരോഗതി ഉണ്ടാകും. പക്ഷേ ഇന്ന് അറിവ് വികലമായി പോകുന്നതിന് ഖുർആനല്ല പ്രതി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഖുർആന്റെ വക്താക്കളെ ഇന്ന് ലോകം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഖുർആനിന്റെ ആളുകൾ തീവ്രവാദികളാണെന്ന് പോലും പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആൻ പഠിക്കുന്നതാണ് അപകടമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. ലോകം ഇസ്ലാമിക സമൂഹത്തിന്റെ ഏത് ശക്തികളെ ആയാലും എത്ര കണ്ട് തീവ്രവാദികളെന്ന് വിളിച്ചാലും ഖുർആനുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു സമൂഹവും ലോകത്ത് മറ്റാരേക്കാൾ ഒരുപടി മുമ്പിലായിരിക്കുമെന്നുള്ള പുതുവർത്തമാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.